ഹലോ എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ടാങ്ക് റീസ്റ്റോർ ചെയ്യാൻ പോവാണ്. അത് ഇങ്ങനെ ഇരിക്കുന്ന ടാങ്ക് നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കാൻ പോവാണ്. വീഡിയോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. വെളിയിൽ നല്ല മഴയാണ് ഗൈസ്, നിങ്ങൾക്ക് ശബ്ദം ക്ലിയർ ആവണമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഒന്നും പറഞ്ഞ് സമയം കളയണ്ട. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൽ കിടക്കുന്ന വേസ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഗൈസ്, കടയിൽ നിന്ന് ചാക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ഇനി ഗൈസ് ഈ ചാക്ക് ഇവിടെ വെച്ച് കറക്റ്റ് അളവാണോ നോക്കണം. ഇനി ഗൈസ് നമ്മളിത് കറക്റ്റ് അളവിനെ കട്ട് ചെയ്തെടുക്കണം. ചെറിയ ഡാൻസിനൊക്കെ ശേഷം നമ്മൾ വീട്ടിൽ ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമുക്ക് സിമെന്റിൽ മുക്കി സെറ്റാക്കി എടുക്കണം. നമ്മളെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് 2 ദിവസം എടുക്കും ഉണങ്ങാൻ. അപ്പോൾ എല്ലാം ഒന്ന് ഉണങ്ങി സെറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ ഗൈസ്, അങ്ങനെ 2 ദിവസമൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി ലീക്കേജ് ഉണ്ടോ എന്ന് നോക്കണം. ഗൈസ്, ടാങ്ക് 1.5 ആഴ്ച വെള്ളം നിറച്ചിട്ട് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്കിതിൽ മീൻ ഇടാം. ഗൈസ്, ഇതിൽ നമ്മൾ ചെറിയ മണി പ്ലാന്റ് ഇടുന്നുണ്ട്. ഗൈസ്, ഇത് ഇടുമ്പം വെള്ളത്തിലുള്ള ചെറിയ അമോണിയൊക്കെ ഇത് അബ്സോർവ് ചെയ്യുക. അതാകുമ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിടക്കും. ഇനി ഗൈസ്, നമ്മൾ ഈ കോഴിക്കാർപ്പുകളെയാണ് ഈ ടാങ്കിലോട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഓരോ മീൻകുട്ടന്മാരെ പതിയെ ഇതിലോട്ട് ഇറക്കി അങ്ങോട്ട് വിടാൻ പോവാണ്. ആദ്യത്തെ ഒരാളെ ഇറക്കി വിടുവാണ് ഗൈസ്. ഇതേ പോകുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എന്നായിരിക്കും.